ഹലോ, ഇന്ന് നമുക്കൊരു തട്ടിക്കൂട്ട് മത്തിക്കറി ഉണ്ടാക്കിയാലോ? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുള്ളി എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, പുളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും, പിന്നെ നമ്മുടെ മെയിൻ സംഭവമായ നമ്മുടെ കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്, ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഫിഷൊക്കെ ഞാൻ ഓൾറെഡി ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പരിപാടി ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനിവിടെ ഒരു തവി ഇട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് നേരം നീക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സവാളയും ചെറുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ നല്ല കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് സൈസൊന്നും വേണമെന്നില്ല, ഓൾമോസ്റ്റ് ഈക്വലായിട്ടുള്ള എല്ലാ സൈസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത എല്ലാ വെജിറ്റബിൾസും ഇപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക. ഇതിപ്പോൾ നമുക്ക് സെപ്പറേറ്റ് വെക്കണമെന്നില്ല, ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ബിക്കോസ് നമ്മളിത് ഒരുമിച്ചാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം കൂടി ഞാൻ ഈ പാത്രത്തിലേക്ക്, നമ്മുടെ ഈ ചട്ടിയിലേക്ക്, മെയിൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചട്ടിയിലെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും ഈ സമയത്ത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വേണ്ടിയുള്ള മസാല സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കടുകും ഉലുവയും പൊട്ടി കഴിയുമ്പോഴത്തേനും ഞാനിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യുകയാണ്. പൊടികളായിട്ട് ഞാനൊരു 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. വേറെ പൊടികളൊന്നും ഇടുന്നില്ല. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി വരുമ്പോഴത്തേനും ഈ മിക്സ് നമുക്ക് നമ്മുടെ ഫിഷിൻ്റെ ആ ഒരു മിക്സിൽ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യണം, കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ആ ചട്ടി തന്നെ കഴുകിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഓൾറെഡി സോൾട്ട്, നമ്മുടെ ഫിഷിന് വേണ്ടിയിട്ടുള്ള സോൾട്ട് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളത്തിനും പിന്നെ ഈ ബാക്കിയുള്ള വെജിറ്റബിൾസും വേവാനുള്ള കുറച്ചും കൂടി ഉപ്പും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അധികം മിക്സിങ്ങിൻ്റെ പരിപാടിയൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ആവശ്യത്തിന് ഉപ്പ് ഇടുക. അതിനുശേഷം ഇത് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പരിപാടിയുള്ളൂ. ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെക്കുക. ഹൈ ഫ്ലെയിമിൽ ആദ്യം വെക്കാം. കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തള വരുമ്പോഴത്തേനും നമുക്ക് ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിം ആക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറി റെഡി ആവും കേട്ടോ. സോ ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി കറിയാണ്. ട്രൈ ചെയ്യുന്നു.